Hi, നമ്മൾ അടുത്ത് ലെമ്മയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ 1 plus z by n all raised to n പറഞ്ഞൊരു സീക്വൻസ് converges to e raised to z in h of c. And second one, if t greater than or equal to 0, then 1 minus t by n all raised to n less than or equal to e raised to minus t for all n greater than or equal to t. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് k be a compact subset of the plane. k എന്ന് പറഞ്ഞത് ഒരു compact subset of the plane ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. Then modulus of z less than or equal to n for all z in k. z എന്ന് പറഞ്ഞാൽ k ലെ എലമെന്റ് ആണ്. അതിന്റെ മോഡുലസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? n നേക്കാളും ചെറുതായിരിക്കും. ആൻഡ് n സഫിഷ്യൻ്റ്ലി ലാർജ്. n ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വലിയൊരു എലമെന്റ് ആയിട്ട്, വലിയൊരു ഇതായിട്ടാണ് n ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇറ്റ്സ് അഫിക്സസ് ടു ഷോ ദാറ്റ്. നമുക്ക് എന്താ ഷോ ചെയ്യേണ്ടത്? 1 plus z by n all raised to n converges to e raised to z എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഇതിന് ഈ ഒരു എക്സ്പ്രഷന് ലോഗ് എക്സ്പോണൻഷ്യൽ കൊടുത്താൽ എന്ത് വരും? e raised to n log of 1 plus z by n വരും. ദാറ്റ് മീൻസ് എന്താ? 1 plus z by n all raised to n. ഇവിടെ e raised to z. ഓക്കെ, നമ്മൾ ജസ്റ്റ് ലോഗ് കൊടുത്തിട്ടാണ്, എക്സ്പോണൻഷ്യൽ ഇല്ലാതെ നമ്മൾ എഴുതി. ലിമിറ്റ് n tends to infinity n log of 1 plus z by n equal to z എന്ന് വരും. യൂണിഫോംലി ഫോർ z in k by lemma 5.7. lemma 5.7 വെച്ചിട്ട് നമുക്ക് എന്ത് റീകോൾ ചെയ്യാം? log of 1 plus w നെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ k equal to 1 to infinity minus 1 raised to k minus 1 w raised to k divided k എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഫോർ മോഡുലസ് ഓഫ് w പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. ലെറ്റ് n ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് z. അപ്പോൾ ഇവിടെ ഇനി അടുത്തത് ഫോർ ഓൾ z in k, if z is any point in k, then നമ്മൾ എന്താണ് നമുക്ക് കാണിക്കേണ്ടത്? ഇതാണ് equal to z എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? n log of 1 plus z by n equal to z minus 1 by 2 z square by n plus 1 by 3 z cube by n square minus etc. അതായത് log of 1 plus log z ന് നമ്മൾ പവർ സീരീസിൻ്റെ എക്സ്പാൻഷനിൽ എഴുതി. സോ n log of 1 plus z by n minus z equal to, അതായത് ഈ z നെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു. മൈനസ് z equal to z minus 1 by 2 z by n plus 1 by 3 z by n square minus etc. എന്ന് വരും. Taking absolute values gives that modulus of n log of 1 plus z by n minus z is less than or equal to modulus of z sigma k equal to 2 to infinity 1 by k modulus of z by n all raised to k minus n 1 വരും. That's less than or equal to അതിന് നമുക്ക് എങ്ങനെ എഴുതാം? modulus of z less than or equal to kക്ക് വാല്യൂസ് കൊടുത്താൽ എന്ത് വരും? kക്ക് വാല്യൂസ് കൊടുത്താൽ 1 by 2 പ്ലസ് 1 by 3 പ്ലസ് 1 by 4 പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, ആ ഒരു ടേം ഇപ്പം നമുക്ക് അവിടെ ഇല്ലെങ്കിൽ റിയൽ നമ്പറിൻ്റെ ടേംസ് അല്ലേ. സോ അത് എന്തിനേക്കാളും ഈ ഒരു ടേമിനേക്കാളും വലുതായിരിക്കും ഈ ഒരു ടേം എന്ന് പറയുന്നത്. കാരണം അവിടെ റിയൽ നമ്പേഴ്സാണ് 1 by 2 1 by 3 1 by 4 എന്നാണ് വരുന്നത്. അതിൻ്റെ കൂടെ എന്ത് വരുന്നത്? z by n all raised to k വരും. k minus 1 നമ്മൾ k ആക്കി എഴുതി. ഓക്കെ, ഈ z by n all raised to k minus 1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ z by n raised to k എന്നും z ഡിവൈഡഡ് z by n all raised to z by n കൂടി എഴുതാം. ഓക്കെ, അവിടെ k minus 1 അല്ല, അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക്. ദെൻ അതിൽ ഇവിടെ നമുക്ക് സിഗ്മ k equal to 1 to infinity ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 1 by 2 1 by 3 1 by 4 എക്സെട്ര എന്ന് വരും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് വരും? n അല്ലേ, 1 by n വരിക. 1 by n ആണ് നമുക്ക് വരിക. സോ ആ 1 by n ഇവിടുത്തെ 1 by n കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ നമുക്ക് മോഡുലസ് ഓഫ് z by n all raised to k എന്ന് എഴുതാം. അത് നമ്മളിവിടെ എടുത്തത് n log of 1 plus z by n ന് നമ്മൾ മോഡുലസ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടി. നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് z by n raised to k minus 1 വലുതായിരിക്കും എന്ത്? മോഡുലസ് ഓഫ് z by n all raised to k എന്ന് പറഞ്ഞത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് z സ്ക്വയർ by n 1 by 1 minus z by n വരും. ഓക്കെ, മോഡുലസ് ഓഫ് z സ്ക്വയർ എന്ന് വരാൻ കാരണം ഇവിടെ z raised to k ആണുള്ളത്. ദെൻ മോഡുലസ് ഓഫ് z raised to k നെ മോഡുലസ് ഓഫ് z കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ മോഡുലസ് ഓഫ് z സ്ക്വയർ എന്നാവും ഇവിടെ. ആൻഡ് ഇവിടെ താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? അത് 1 minus z by n ആവും. ദാറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു r സ്ക്വയർ by n minus r എന്ന് വരും. ഓക്കെ, അതായത് ഈ ഒരു റിസൾട്ട് വന്നത് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ 5.7 എന്ന് പറഞ്ഞ ലെമ്മ. ആ ലെമ്മയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയസ് ഓഫ് കൺവേർജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. വേർ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z. മോഡുലസ് ഓഫ് z-നേക്കാളും വലുതായിട്ടാണ് നമ്മൾ r ചൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ ഓൾ z in k, if n tends to infinity, then this difference goes to 0. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഡിഫറൻസ് എങ്ങോട്ടാണ് പോകുന്നത്? 0ലേക്കാണ് പോകുന്നത്. സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി?
ഇവിടെ n log of 1 plus z by n minus z എന്ന് പറഞ്ഞത് ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി ഈ ഒരു ടേം എന്തായിട്ട് മാറും, ദാറ്റ്സ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി n log of 1 plus z by n ഈക്വൽ ടു z എന്ന് എഴുതാം. ഓക്കെ, അതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടിയിരുന്നത്. അടുത്ത് നോക്കാം. If t greater than or equal to 0, then 1 minus t by n all raised to n less than or equal to e raised to minus t എന്നാണ്. So proof of B. Now let t greater than or equal to 0 and substitute minus t for z in 7.20 എന്ന് പറഞ്ഞ ഇക്വേഷൻ. അതായത് ഈ ഒരു ഇക്വേഷനിൽ സെറ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും, n log of 1 സെറ്റിൻ്റെ സ്ഥലത്ത് മൈനസ് ടി, സോ 1 മൈനസ് ടി ബൈ എൻ, 1 മൈനസ് ടി ബൈ എൻ. അതേപോലെ ഇവിടെ മൈനസ് ടി, സോ പ്ലസ് ടി ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ടി സിഗ്മ കെ ഈക്വൽ ടു 1 to infinity 1 by k t by n all raised to k minus 1 is less than or equal to 0. അത് എന്തായാലും എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. കാരണം എന്താ വെച്ചാൽ മൈനസ് അല്ലേ വരുന്നത്. സോ മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ n log of 1 മൈനസ് ടി ബൈ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ നമുക്ക് എന്ത് കിട്ടി, n log of 1 മൈനസ് ടി ബൈ എൻ ഈസ് ലെസ് ദാൻ പ്ലസ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് n log of 1 plus t by n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ടീനെ പ്രതി കൊണ്ടുപോയി, സോ മൈനസ് ടി എന്ന് വന്നു. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, എക്സ്പോണൻഷ്യൽ എടുക്കാനാണ് പറഞ്ഞത്. ഇ റേസ് ടു, സോ 1 മൈനസ് ടി ബൈ എൻ ഓൾ റേസ് ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് എക്സ്പോണൻഷ്യൽ എടുക്കുക. അപ്പോൾ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ എന്തായിട്ട് മാറും, ഇ റേസ് ടു എൻ ലോഗ് ഓഫ് 1 മൈനസ് ടി ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി എന്ന് വരും. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഇ റേസ് ടു എ ലോഗ് ബി എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞിരുന്നു ബി റേസ് ടു എ എന്നാണ്. സോ 1 മൈനസ് ടി ബൈ എൻ ഓൾ റേസ് ടു എൻ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി എന്നാണ്. ഓക്കെ, അടുത്ത പ്രൂഫ് ഓഫ് തിയറം 7.15. 7.15ൻ്റെ ഒരു പ്രൂഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതായത് ഒരു ഇൻ്റഗ്രൻറ്റിൻ്റെയാണ്. ജസ്റ്റ് ആ പ്രൂഫ് തിയറം മാത്രം പറയാം. റിയൽ ഓഫ് സെറ്റ് ഇങ്ങനെയാണെങ്കിൽ ഗാമ ഓഫ് സെറ്റ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ 0 to infinity e raised to minus t t raised to z minus 1 dt ആണെന്നാണ് ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു. അതൊരു പ്രൂഫ് പോലെ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ഗോസ് ഫോർമുലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അതിൻ്റെ വേറൊരു പ്രൂഫാണ് ഇപ്പോൾ പറയുന്നത്. ഫിക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 1, എക്സ് ഗ്രേറ്റർ ദാൻ, അതായത് ഈ ഒരു ലെമ്മ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 അക്കൗണ്ട് ടു ലെമ്മ 7.16 ബി ക്യാൻ ചൂസ് കെ ഗ്രേറ്റർ ദാൻ 0. കെ ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ദ ഇൻ്റഗ്രേഷൻ കെ ടു ആർ ഇ റേസ് ടു മൈനസ് ടി ടി റേസ് ടു എക്സ് മൈനസ് 1 ഡി ടി ലെസ് ദാൻ എപ്സിലോൺ ബൈ 4. 7.16 ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ലെമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എ പാർട്ടും ഒന്ന് ബി പാർട്ടും. ഒരു ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ബി പാർട്ട് എടുത്ത് അത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇവിടെ നമ്മൾ എന്ത് എഴുതും, ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 എന്ന് എടുത്തു. വെനെവർ ആർ ഗ്രേറ്റർ ദാൻ 0, ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റർ ദാൻ കെ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ചൂസ് ചെയ്തു. ലെറ്റ് എൻ ബി എൻ എനി ഇൻറ്റിജർ ലാർജർ ദാൻ കെ ആൻഡ് ലെറ്റ് എഫ് എൻ ബി ദി ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ പ്രൊപ്പോസിഷൻ 7.17. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന 7.17 എന്ന് പറഞ്ഞ പ്രൊപ്പോസിഷനിൽ പറയുന്ന പോലെയാണ്. 7.17 എന്ന് പറഞ്ഞ പ്രൊപ്പോസിഷനിൽ പറയുന്നത് എന്താ, എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. എഫ് എൻ ഓഫ് സെറ്റ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ 1 by n to n ഇ റേസ് ടു മൈനസ് ടി ടി റേസ് ടു സെഡ് മൈനസ് 1 ഡി ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ എഫ് എൻ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു പ്രൂഫിൽ. അപ്പോൾ നിങ്ങൾ പ്രൂഫ് ഓഫ് തിയറം ആദ്യം തിയറം 7.15 എഴുതുക, എന്നിട്ട് അതിൻ്റെ ഒരു പ്രൂഫ് എഴുതുക, അനദർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് ഇതും കൂടി എഴുതിക്കുക കേട്ടോ. എഫ് എൻ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ എഫ് എൻ ഓഫ് എക്സ് മൈനസ് ഇൻറ്റഗ്രേഷൻ 0 to n 1 minus t by n ഓൾ റേസ് ടു n t റേസ് ടു എക്സ് മൈനസ് 1 ഡി ടി ഈക്വൽ ടു എന്തായിട്ട് മാറും, മൈനസ്, അതായത് ഈ എഫ് എൻ ഓഫ് എക്സ് നമ്മൾ അവിടെ എടുത്തിരുന്ന ആ ഒരു എക്സ്പ്രഷൻ എഴുതാം. സോ മൈനസ് ഇൻറ്റഗ്രേഷൻ 0 to 1 by n 1 minus t by n ഓൾ റേസ് ടു n t റേസ് ടു എക്സ് മൈനസ് 1 ഡി ടി പ്ലസ് ഇതാണ് നമ്മൾ അവിടെ എടുത്തിരുന്ന എക്സ്പ്രഷൻ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേമാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പോസിഷൻ 7.17 ഇക്വേഷൻ. സോ ഇൻറ്റഗ്രേഷൻ 1 by n to n e raised to minus t minus 1 plus t by n all raised to n t raised to x minus 1 dt. Okay, now by lemma 7.19b and 7.16a.
ഇപ്പം നമ്മൾ ചെയ്ത ലെമ്മയിലെ ബി പാർട്ടും അതേപോലെ 7.16 എ പാർട്ടും. അപ്പോൾ ഇപ്പോൾ ചെയ്ത ലെമ്മയിലെ ബി പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, 1 മൈനസ് ടി ബൈ എൻ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് എഴുതാം, 1 മൈനസ് ടി ബൈ എൻ ഓൾ റേസ് ടു എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി എന്ന് എഴുതി. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ടി റേസ് ടു എക്സ് മൈനസ് 1 അതേപോലെ എഴുതാം. പിന്നെ ഈ ഒരു ഇ റേസ് ടു മൈനസ് ടി റേസ് ടു എക്സ് മൈനസ് 1 എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്നാണ് നമ്മൾ 7.16 എയിൽ പറഞ്ഞത്. പക്ഷേ നമ്മളിവിടെ എപ്സിലോൺ പകരം എപ്സിലോൺ ബൈ 4 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫോർ സഫിഷ്യൻ്റ്ലി ലാർജ് എൻ ആൻഡ് ഓൾസോ ഇഫ് എൻ സഫിഷ്യൻ്റ്ലി ലാർജ് പാർട്ടി ഓഫ് ദി പ്രിസീഡിംഗ് ലെമ്മ ഗീവ്സ്, നമുക്ക് പാർട്ടി എയിൽ നിന്ന് കഴിഞ്ഞ തിയറത്തിലെ പാർട്ടി എയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, മോഡുലസ് ഓഫ് 1 മൈനസ് ടി ബൈ എൻ ഓൾ റേസ് ടു എൻ മൈനസ് ഇ റേസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞത് എന്താണെന്ന് കിട്ടും, ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 4 എം കെ എന്ന് കിട്ടും. വേറെ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടി റേസ് ടു എക്സ് മൈനസ് 1 ഡി ടിയുടെ ഇൻ്റഗ്രേഷൻ വാല്യൂ ആയിട്ട് നമ്മൾ എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇൻ്റഗ്രേഷൻ ഇവിടെ എപ്സിലോൺ ബൈ 4 ഓൾറെഡി ഉണ്ട്. ദെൻ ഈ റേസ് ടു മൈനസ് ടീന് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു. ദെൻ നമുക്ക് എന്ത് വരുന്നുണ്ട്, അവിടെ കോമൺ ആയിട്ട് എന്ത് വരുന്നുണ്ട്, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി. ടി റേസ് ടു എക്സ് മൈനസ് 1 കോമൺ ആണ് അതിൽ വരുന്നത്. സോ ടി റേസ് ടു എക്സ് മൈനസ് 1 നമ്മൾ ഡിവൈഡഡ് ആയിട്ട് പോകും. ഇവിടെ ഇൻറ്റു അല്ലേ വരുന്നത്. ഈ രണ്ട് ഇൻ്റഗ്രേഷനും കൂടി ഒരുമിച്ച് എഴുതുന്നത് ഈക്വൽ ടുൻ്റെ കേസിലും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് ഇൻ്റഗ്രേഷനും കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, 1 മൈനസ് ടി ബൈ എൻ ഓൾ റേസ് ടു എൻ മൈനസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എന്ത് വരും, ഇൻ്റഗ്രേഷൻ 0 ടു കെ ടി റേസ് ടു എക്സ് മൈനസ് 1 ഡി ടി എന്ന് വരും. സോ അതിന് നമ്മൾ എന്തായിട്ട് എടുത്തു, എം ആയിട്ട് ചൂസ് ചെയ്തു. ഓക്കെ, ദസ് ഇൻ്റഗ്രേഷൻ 1 ബൈ എൻ ടു കെ ഇ റേസ് ടു മൈനസ് ടി. ഇവിടെ രണ്ട് ലിമിറ്റാണ്, 0 ടു 1 ബൈ എൻ രണ്ടും ഒരേ ലിമിറ്റാണ്. 0 ടു കെ ആണ്, 1 ബൈ എൻ ടു കെ ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. സോ ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 മൈനസ് ടി ബൈ എൻ ഓൾ റേസ് ടു എൻ ഇൻറ്റു ടി റേസ് ടു എക്സ് മൈനസ് 1 ഡി ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 4 എന്ന് കിട്ടി. യൂസിങ് ലെമ്മ 7.9b ആൻഡ് 7.21. 7.21 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഏതായിരുന്നു, എന്നാണ് 7.21 എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ബൈ 4ൻ്റെ ഇക്വേഷൻ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം, ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 മൈനസ് ടി ബൈ എൻ ഓൾ റേസ് ടു എൻ ടി റേസ് ടു എക്സ് മൈനസ് 1 ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ടൈംസ് ഇ റേസ് ടു മൈനസ് ടി റേസ് ടു എക്സ് മൈനസ് 1 ഡി ടി എന്ന് എഴുതാം. ദാറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 എന്ന് എഴുതാം. അതായത് ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ 2 ആയിട്ട് ഇൻറ്റു ചെയ്ത് കൊടുത്തു. Then for n greater than k, we combine this inequality with 7.22 and 7.3. ഈ ഒരു ഇനീക്വാലിറ്റി എന്ത് ചെയ്യുക, ഈ 7.22 ആയിട്ടും 7.23 ആയിട്ടും ഇനീക്വാലിറ്റി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, for n greater than 3 modulus of fn of x minus integration 0 to n 1 minus t by n all raised to n t raised to x minus 1 dt is less than epsilon വരും. For n sufficiently large, that is 0 equal to limit fn of x integration 0 to n 1 minus t by n all raised to n t raised to x minus 1 dt എന്ന് വരും. ദാറ്റ്സ് fn of x അവിടെ നിർത്തുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ഗാമ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രേഷൻ ആണ്. സോ n ഫാക്ടോറിയൽ n raised to x ഡിവൈഡഡ് x ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സെട്ര എക്സ് പ്ലസ് n എന്ന് വരും. ദെൻ fn of x ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ f of x ആയിട്ട് മാറും. f of x മൈനസ് ഗാമ ഓഫ് എക്സ്, ദാറ്റ് ഇറ്റ്സ് ഈക്വൽ ടു ഗാമ ഓഫ് എക്സ് ഈക്വൽ ടു f of x എന്ന് വരും. ഓക്കെ, ദിസ് കംപ്ലീറ്റ്ലി പ്രൂഫ് ഓഫ് തിയറം 7.15. അപ്പോൾ 7.15 രണ്ട് പ്രൂഫ് ഉണ്ട്, അപ്പോൾ രണ്ടും എഴുതാം നിങ്ങൾ. ഓക്കെ, ഇനി നമ്മളടുത്തത് നമ്മളിപ്പോൾ തിയറം 7.15 പ്രൂവ് ചെയ്തു. ഇനി അടുത്ത് ആസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് തിയറം 7.15. 7.15ൻ്റെ ആപ്ലിക്കേഷനാണ് പറയുന്നത്. ഗാമ ഓഫ് 1/2 ഈക്വൽ ടു റൂട്ട് പൈ. അത് റൂട്ട് പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രേഷൻ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി റേസ് ടു 1/2 ഡി ടിന്ന് എഴുതാം. ഓക്കെ, ഇ റേസ് ടു മൈനസ് ടി റേസ് ടു 1/2 ഡി ടി, അതായത് റൂട്ട് പൈ ആണ്. അപ്പോൾ അവിടെ റൂട്ട് പറയുമ്പോൾ പൈ റേസ് ടു 1/2 എന്നാണ്. അപ്പോൾ അതാണ് അവിടെ ടി റേസ് ടു മൈനസ് 1/2 ഡി ടി എന്ന് വന്നത്. ദെൻ പെർഫോമിങ് എ ചേഞ്ച് ഓഫ് വേരിയബിൾ ബൈ പുട്ടിങ് ടി ഈക്വൽ ടു എസ് സ്ക്വയർ. ടിന്ന് അവർ നമ്മൾ എന്ത് ചെയ്തു, എസ് സ്ക്വയറിന് കൊടുത്തു. ദെൻ ഇൻറ്റഗ്രേഷൻ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു എസ് മൈനസ് എസ് സ്ക്വയർ എസ് റേസ് ടു 1/2s ഡി എസ് ആണ്. 1/2 ഡി ടി എന്നല്ലേ. സോ എസ് റേസ് ടു മൈനസ് 1 2s ds എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റഗ്രേഷൻ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് സ്ക്വയർ. ആ എസ് റേസ് ടു മൈനസ് 1ഉം 2sഉം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ടിക്കാണ് എസ് സ്ക്വയർ എന്ന് കൊടുത്തത്. അപ്പോൾ ഇവിടെ ടി റേസ് ടു മൈനസ് 1/2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എസ് റേസ് ടു മൈനസ് 1/2 സ്ക്വയർ. ഇത് 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. അതാണ് അവിടെ എസ് റേസ് ടു മൈനസ് 1 ആണ്. അപ്പോൾ ഈ എസ് റേസ് ടു മൈനസ് 1ഉം എസും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ ഇൻറ്റഗ്രേഷൻ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് സ്ക്വയർ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, റൂട്ട് ഓഫ് 5/2 എന്ന് വരും.
This is often used in probability theory. Okay. Next, the Riemann zeta function ആണ് 8th chapter ആണ്. നേരത്തെ നമ്മൾ 7th chapter ആണ് നോക്കിയിരുന്നത്. 8th chapter. Let Z be a complex. അതായത് 7th chapter നമ്മൾ ഗാമ ഫംഗ്ഷൻ പഠിച്ചു. 6th chapter നമ്മൾ ഫാക്ടറൈസേഷൻ ഓഫ് സൈൻ ഫംഗ്ഷൻ പഠിച്ചു. അതിന് അടുത്ത് Riemann zeta function ആണ്. Let Z be a complex number and n be a positive integer. Then n modulus of n raised to z equal to exponential of z log n. That's equal to exponential of real z log n. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറാണ്. സെറ്റ് കോംപ്ലക്സ് നമ്പറിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. റിയൽ പാർട്ട് ഓഫ് സെറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ദ സിഗ്മ കെ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് കെ റേസ് ടു മൈനസ് സെറ്റ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n എക്സ്പോണൻഷ്യൽ ഓഫ് n റേസ് ടു സെറ്റിന് എക്സ്പോണൻഷ്യൽ ഓഫ് റിയൽ സെറ്റ് ലോഗ് n ആയിരുന്നു. ഇവിടെ നമുക്ക് എന്താ കെ റേസ് ടു മൈനസ് സെറ്റ് ആണ്. സോ മൈനസ് റിയൽ സെറ്റ് ലോഗ് കെ എന്ന് വരും. ഓക്കെ, ദാറ്റ് സിഗ്മ കെ ഈക്വൽ ടു 1 to n കെ റേസ് ടു മൈനസ് റിയൽ ഓഫ് സെറ്റ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇ റേസ് ടു എ ലോഗ് ബി എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ബി റേസ് ടു എ ആണ്. സോ ഇ റേസ് ടു കെ റേസ് ടു മൈനസ് റിയൽ സെറ്റ് എന്ന് വരും. If real set greater than or equal to 1 plus epsilon, then sigma k equal to 1 to n modulus of k raised to minus z is less than or equal to sigma k equal to 1 to n k raised to minus 1 plus epsilon. That is the series sigma n equal to 1 to infinity n raised to minus z converges uniformly and absolutely on set such that real set greater than or equal to 1 plus epsilon. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സീരീസാണ് കിട്ടിയത്. ആ സീരീസ് എന്താണ്? converges uniformly and absolutely on എവിടെയാണ് real of set greater than or equal to 1 plus epsilon. In particular this series converges in h. h എങ്ങനെ ആയിരിക്കണം? റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ആ ഒരു അതായത് റിയൽ നമ്പർ ഓഫ് സെറ്റ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ റിയൽ സെറ്റ് ഒക്കെ 1നേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കണം എന്നുള്ള ഒരു ഹോളോമോർഫിക് ഫംഗ്ഷൻ്റെ സെറ്റിലായിരിക്കും അത് എന്ത് വരുന്നത്? ആ സീരീസ് കൺവേർജൻസ് ആവുക. ആൻഡ് ടു അനലിറ്റിക് ഫംഗ്ഷൻ തീറ്റ ഓഫ് സെറ്റ് അനലിറ്റിക് ഫംഗ്ഷൻ തീറ്റ ഓഫ് സെറ്റിൽ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് റൈമാൻ സീറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. നമ്മൾ ഗാമ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. ഗാമ ഓഫ് സെറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഇക്വേഷൻ അതേപോലെ പഠിക്കുക. അതേപോലെ ഇവിടെയും റൈമാൻ സീറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പഠിക്കാം. ബട്ട് കണ്ടീഷൻ എന്താ? റിയൽ ഓഫ് സെറ്റ് എന്തായിരിക്കണം? ഇസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അവിടെ എന്തായിരുന്നു? സെറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 മൈനസ് 1. സെറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 മൈനസ് 1 മൈനസ് 2 എക്സെട്ര. അതായിരുന്നു അവിടെ കണ്ടീഷൻ. ഇവിടെ എന്താണ്? റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കാം. കോംപ്ലക്സ് നമ്പറിൽ റിയൽ പാർട്ട് 1നേക്കാളും വലുതായിരിക്കും. ബൈ ദി ഇക്വേഷൻ സീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു സീറ്റ ഓഫ് സെറ്റ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity n raised to minus z. We wish to demonstrate a relationship between this theta function and the gamma function. അടുത്ത് പറഞ്ഞ ഗാമ ഫംഗ്ഷനും തീറ്റ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. നമുക്ക് എന്തറിയാം? ഗാമ ഓഫ് സെറ്റിന് നമുക്ക് ഇൻ്റഗ്രേഷൻ 0 to infinity e raised to minus t t raised to z minus 1 dt എന്ന് എഴുതാം. ദെൻ ഫോർ റിയൽ ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 0, അവിടെ എന്താ കണ്ടീഷൻ? റിയൽ ഓഫ് സെറ്റ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. പെർഫോമിങ് എ ചേഞ്ച് ഓഫ് വേരിയബിൾ ഇൻ ദിസ് ഇൻ്റഗ്രൽ ബൈ ലെറ്റിംഗ് ടി ഈക്വൽ ടു എൻ യു. നമ്മൾ ടിക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? എൻ യു എന്ന് കൊടുക്കുകയാണ്. സോ ടിക്ക് നമ്മൾ എൻ യു എന്ന് കൊടുക്കുമ്പോൾ ഗാമ ഓഫ് സെറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ 0 to infinity ടിക്ക് എൻ യു. സോ ഇ റേസ് ടു മൈനസ് എൻ ടി ടി റേസ് ടു ടി ഈക്വൽ ടു എൻ എന്നാണ് കൊടുക്കുന്നത്. ടിക്ക് എൻ യു എന്നാണ് കൊടുക്കുന്നത്. ബട്ട് ഇവിടെ ബൈ ലൈക്കിംഗ് ടി ഈക്വൽ ടു എൻ യു ഗിവ്സ്. ഓക്കെ, ടി ഈക്വൽ ടു then this integration 0 to infinity e raised to minus nt t raised to z minus 1 dt n raised to z. Okay, ഈ n raised to z നമ്മൾ എങ്ങോട്ട് എടുക്കുക? ഔട്ട്സൈഡിലേക്ക് എടുക്കുക. then n raised to minus z gamma of z equal to integration 0 to infinity e raised to minus nt t raised to z minus 1 dt എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സോ ടിക്ക് എൻ യു ആകുമ്പോൾ ഡി ടി ഈക്വൽ ടു എന്ത് വരും? എൻ ഡി യു എന്ന് വരും. ഓക്കെ, എൻ ഡി യു എന്ന് വരും. ദെൻ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. എൻ ഡി യു എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കൊടുക്കുന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എൻ എന്ന് പറഞ്ഞത് 0 to infinity ആണ്. സോ എൻ റേസ് ടു സെഡ് ടേംസ് വരും. ഓക്കെ, ദെൻ എൻ റേസ് ടു മൈനസ് സെഡ് ഗാമ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? ഇൻ്റഗ്രേഷൻ 0 to infinity e raised to minus nt t raised to z minus 1 dt.
Then if real of z greater than 1 and we sum this equation overall positive n. ഇത് മൊത്തം എന്ത് ചെയ്യുക, സം ചെയ്യുമ്പോൾ സിഗ്മ n raised to minus z എന്ന് പറഞ്ഞാൽ എന്താ, theta of z ആണ്. So theta of z, gamma of z equal to sigma n equal to 1 to infinity n raised to minus z gamma of z എന്ന് വരും. Okay, n raised to minus z gamma of z. That's equal to sigma n equal to 1 to infinity integration 0 to infinity e raised to minus n t t raised to z minus. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഈ ഒരു റിലേഷൻ ബിറ്റ്വീൻ ഗാമ ഓഫ് സെഡ് ആൻഡ് സീറ്റ ഓഫ് സെഡ് ആണ്. അപ്പോൾ ഈ റിലേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ലെമ്മ, ലെറ്റ് എസ് ഈക്വൽ ടു സെഡ് സച്ച് ദാറ്റ് റിയൽ ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. അതായത് ഈ ഒരു പ്രൂഫ് നമ്മൾ ഗാമ ഫംഗ്ഷൻ്റെ കേസിൽ ചെയ്തിട്ടുണ്ട്. വേർ എ ഗ്രേറ്റർ ദാൻ 1 ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെൻ ദർ ഇസ് എ നമ്പർ delta 0 less than delta less than 1 such that for all z in S modulus of integration alpha to beta e raised to t minus 1 raised to minus 1 t raised to z minus 1 dt is less than epsilon and delta greater than beta greater than alpha. ഒരു പാർട്ടും കൂടി ഉണ്ട്. ഫസ്റ്റ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ സിൻസ് e raised to t minus 1, നമ്മൾ ആദ്യം ഇതിൻ്റെ കാര്യം നോക്കേണ്ടത്. ആദ്യം എന്ത് നോക്കണം, അവിടെ e raised to t minus 1 അതാണ് ഒരു റിയൽ നമ്പറിൻ്റെ കേസ് പറഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. t ആയിരിക്കും എന്തായാലും. For all t greater than 0, we have that for a 0 less than t less than or equal to 1 and z in S. Z എന്ന് പറഞ്ഞാൽ S ഉള്ള എലമെൻ്റ് ആണ്. Then e raised to t minus 1 raised to minus 1 t raised to z minus 1. Z കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഓക്കെ, അപ്പോൾ നമ്മൾ എ ആയിട്ടാണ് നമ്മളവിടെ ചൂസ് ചെയ്യുന്നത്. സോ e raised to t minus 1 is e raised to t minus 1 is greater than or equal to t ആണ്. then 1 by e raised to t minus 1 is less than or equal to 1 ആണ്. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് t raised to z minus 1 അല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു t raised to a minus 2 എന്ന് വരും. ഓക്കെ, അത് നമ്മൾ എ ആയിട്ടാണ് നമ്മൾ സെഡിന് z minus 1 നമ്മൾ എ ആയിട്ട് ചൂസ് ചെയ്തു. സെഡ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് സെഡ് ആണ്. ഓക്കെ, അപ്പോൾ z minus 1 നമ്മൾ എ മൈനസ് സെഡിന് നമ്മൾ എ മൈനസ് 1 ആയിട്ട് സെഡിന് നമ്മൾ എ മൈനസ് 1 ആയിട്ട് ചൂസ് ചെയ്തു. സോ എ മൈനസ് 1 മൈനസ് 1, സോ എ മൈനസ് 2 എന്ന് വരും. സിൻസ് എ ഗ്രേറ്റർ ദാൻ 1, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. ദി ഇൻറ്റഗ്രേഷൻ 0 to 1 t raised to a minus 2 1 dt is finite. എന്തായാലും ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അത് നമ്മൾ ബി പാർട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എസ് ഈക്വൽ ടു സെഡ് സച്ച് ദാറ്റ് റിയൽ ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വേർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എ ലെസ് ദാൻ ഇൻഫിനിറ്റി ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെൻ ദർ ഇസ് എ നമ്പർ k ഗ്രേറ്റർ ദാൻ 1 സച്ച് ദാറ്റ് ഫോർ ഓൾ z in S മോഡുലസ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആൽഫ ടു ബീറ്റ e raised to t minus 1 t raised to z minus 1 dt is less than epsilon എന്നാൽ ബീറ്റ ഗ്രേറ്റർ ദാൻ ആൽഫ ഗ്രേറ്റർ ദാൻ k. നമുക്ക് നോക്കാം. ബി പാർട്ടിൻ്റെ പ്രൂഫാണ്. ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 നമുക്ക് തന്നിട്ടുണ്ട്. സെഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസിലൊരു പോയിൻ്റാണ്. ദെൻ പ്രൂഫ് ഓഫ് ലെമ 7.16b, അതായത് ഇതേ ഒരു ബിയും എ ബി പറഞ്ഞാൽ നമ്മൾ ഇതേ സെയിം തന്നെ റിസൾട്ട് തന്നെ ഗാമയിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് വെച്ചിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് എടുക്കുകയാണ് അവിടെയും ചെയ്തത്. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് സി എടുത്തു. ദെൻ ഇൻറ്റഗ്രേഷൻ മോഡുലസ് ഓഫ് e raised to t minus 1 t raised to z minus 1 is less than or equal to സെഡിന് പകരം നമ്മളിവിടെ എന്താ കൊടുക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ എ ആണ് കൊടുക്കുന്നത്. കാരണം റിയൽ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. e raised to t minus 1 raised to minus 1 t raised to a minus 1 is less than or equal to c e raised to 1 by 2t e raised to t minus 1 raised to minus 1. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. എന്തിന് പകരം t raised to a minus 1 പകരം സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ സിൻസ് e raised to 1 by 2t e raised to t minus 1 raised to minus 1 is integral on 1 to infinity. അത് എന്താണ്, ഇൻറ്റഗ്രേബിൾ ആണ്. കാരണം വെച്ചാൽ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചൂസ് ചെയ്തത്. റിക്വയർഡ് നമ്പർ k ക്യാൻ ബി ഫൗണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ഇൻറ്റഗ്രേബിൾ ആണ്. ഇൻറ്റഗ്രേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എപ്സിലോൺ അല്ലെങ്കിൽ ഒരു k നമുക്ക് ചൂസ് അതിൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തൊരു കൊറോളറിയാണ്. ഇഫ് എക്സ് ഈക്വൽ ടു സെഡ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയൽ ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വേർ 1 ലെസ് ദാൻ എ ലെസ് ദാൻ എ ലെസ് ദാൻ ഇൻഫിനിറ്റി ദെൻ ദി integration 0 to infinity e raised to t minus 1 raised to minus 1 t raised to z minus 1 dt converges uniformly on S എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൂഫ് എ പാർട്ട് നോക്കുക. എ പാർട്ടിൽ നമുക്ക് ഒരു ഡെൽറ്റ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടൊരു എപ്സിലോൺ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ഇൻറ്റഗ്രൽ നമുക്കിവിടെ ഫൈനൈറ്റ് ആണെന്നാണ് കിട്ടിയത്.
0 to 1 പറഞ്ഞ ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആണ്. അതേപോലെ നമുക്ക് ഈ ഒരു തന്നിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലല്ല ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അത് യൂണിഫോംലി കൺവേർജൻസ് ആണെന്ന് പറയാം. അതേ സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാം, ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി ആണ് രണ്ടാമത്തെ കേസും. അത് എന്തായിരിക്കും, മീൻസ് കൺവേർജസ് യൂണിഫോംലി ഓൺ എസ്. അതിന് ബേസ് ചെയ്തിട്ടുള്ള കൊറോളറിയാണ്, ഒരു പ്രൂഫില്ല. അത് ആ എ പാർട്ടി നമ്മൾ ലെമ പ്രൂവ് ചെയ്തതിൻ്റെ അതേ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും പ്രൂവ് ചെയ്യുന്നത്. അത് പ്രൊപ്പോസിഷൻ ഫോർ റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ 1 theta of z gamma of z equal to integration 0 to infinity e raised to t minus 1 raised to minus 1 t raised to z minus 1 dt. അങ്ങനെയാണെന്നാണ് ഇത് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അതായത് സീറ്റ ഗാമ റിലേഷനാണ്. അക്കോർഡിംഗ് ടു ദി എബോവ് കൊറോളറി, നമുക്ക് തൊട്ട് മുന്നത്തെ കൊറോളറി വെച്ച് നമുക്ക് എന്ത് പറയാം, ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ് ഇത് റീജിയൻ സെറ്റ് സച്ച് ദാറ്റ് റിയൽ ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1. കാരണം എന്താ വെച്ചാൽ നമ്മൾ സീറ്റ ഓഫ് ഫംഗ്ഷൻ എപ്പോഴും റിയൽ ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്ന കേസിലാണ് പ്രൂവ് ചെയ്യുന്നത്. Thus it suffixes to show that zeta of z gamma of z equals this integral for z equal to x greater than 1. x greater than 1 എന്നുള്ള രീതിയിൽ നമ്മൾ എക്സിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സെഡിന് പകരം എക്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഫ്രം ലെമ്മ 8.3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ള നമ്മൾ തൊട്ട് മുന്നേ ചെയ്തല്ലോ കൊറോളറിൻ്റെ തൊട്ട് മുന്നുള്ള ലെമ്മ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, ഇൻറ്റഗ്രേഷൻ 0 to ആൽഫ e raised to t minus 1 raised to minus 1. സെഡിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ t raised to x minus 1 dt is less than epsilon by 4 എന്നും. അതേപോലെ ബീറ്റ ടു ഇൻഫിനിറ്റി e raised to t minus 1 t raised to x minus 1 dt is less than epsilon by 4. നമ്മൾ എന്തിലേക്ക് പോയിട്ടില്ല, മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഗാമയുടെ കേസിൽ സീറ്റയുടെ കേസിൽ റിയൽ ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗാമയുടെ കേസിൽ എന്താണ്, റിയൽ ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ 0, ആൽഫ, ബീറ്റ ആൻഡ് ഇൻഫിനിറ്റി ഇങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഇൻ്റർവെൽ അതാണ്. Since sigma k equal to 1 to n e raised to minus kt less than or equal to sigma k equal to 1 to infinity e raised to minus kt, that's equal to e raised to t minus 1 raised to minus 1 നമുക്ക് എഴുതാൻ പറ്റും. For all n greater than or equal to 1. Okay. Then sigma n equal to 1 to infinity. Sigma n equal to 1 to infinity integration 0 to infinity e raised to minus nt t raised to x minus 1 dt. അതായത് ഇവിടെ e raised to t minus 1 raised to minus 1 നമ്മൾ എന്ത് ചെയ്തു, e raised to minus nt എന്നുള്ള രൂപത്തിൽ എഴുതി. സോ e raised to minus nt t raised to x minus 1 dt is less than epsilon by. അതേപോലെ അതായത് അതിനെ സം ചെയ്ത് കൊടുത്തു. അതേപോലെ അതായത് സീറ്റ ഫംഗ്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ സം ചെയ്തു. രണ്ട് ഇക്വേഷൻ കിട്ടി. ദെൻ യൂസിങ് ഇക്വേഷൻ 8.2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഏതായിരുന്നു, സീറ്റ ഫംഗ്ഷൻ്റെ ഇക്വേഷനോ 8.2 എന്ന് പറഞ്ഞാൽ സീറ്റയും ഗാമയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ ഉണ്ടല്ലോ, സിഗ്മ വെച്ചിട്ടാണുള്ള ആ റിലേഷൻ നമുക്ക് എന്ത് കിട്ടി, ഈസ് ഈക്വൽ ടു സീറ്റ ഓഫ് സെഡ് ആൻഡ് ഗാമ ഓഫ് സെഡ്. യൂസിങ് ഇക്വേഷൻ 8.2 yields സീറ്റ ഓഫ് എക്സ് ഗാമ ഓഫ് എക്സ് ഇൻറ്റഗ്രേഷൻ 0 to infinity e raised to t minus 1 raised to minus 1 t raised to x minus 1 dt is less than or equal to epsilon plus modulus of sigma n equal to, അതായത് സീറ്റ ഓഫ് എക്സ് ഗാമ ഓഫ് എക്സ് നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് കിട്ടി, ഇതിൽ മൈനസ് എൻ ടി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ എപ്സിലോൺ ആണ് കിട്ടി. ദെൻ ബാക്കി പാർട്ട് മൈനസ് ആൽഫ ടു ബീറ്റ ഇ റേസ് ടു ടി മൈനസ് 1 റേസ് ടു മൈനസ് 1 ടി റേസ് ടു എക്സ് മൈനസ് 1 ഡി ടി എഴുതി. ബട്ട് സിഗ്മ ഇ റേസ് ടു മൈനസ് എൻ ടി കൺവേർജസ് ടു ഇ റേസ് ടു ടി മൈനസ് 1 ഓൾ റേസ് ടു മൈനസ് 1. അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഓൾറെഡി എന്താണ്, അത് കൺവേർജസ് ആണ്, യൂണിഫോമിലി ആണ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ ആൽഫ ബി. ദെൻ നമുക്ക് എന്ത് പറയാം, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് എക്സാക്ട്ലി എപ്സിലോൺ ആണെന്ന് പറയാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് നേരിട്ട് ഇറ്റ് ഈസ് കൺവേർജസ് ടു 0 എന്ന് എഴുതാം. ദെൻ സീറ്റ ഓഫ് എക്സ് ഗാമ ഓഫ് എക്സ് ഈക്വൽ ടു നെക്സ്റ്റ് നമ്മൾ റേമാൻസ് ഫംഗ്ഷണൽ ഇക്വേഷനാണ് പറഞ്ഞത്. സീറ്റ ഓഫ് സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 into 2 pi raised to z minus 1 gamma of 1 minus z theta of 1 minus z sin of 1/2 pi z. എന്തായാലും ഇത് പഠിച്ചു വയ്ക്കുക. റേമാൻസ് ഫംഗ്ഷണൽ ഇക്വേഷൻ നമ്മൾ ഗാമാസ് ഫംഗ്ഷണൽ ഇക്വേഷൻ പഠിച്ചിരുന്നു അവിടെ അല്ലെ. ഫോർ -1 ലെസ് ദാൻ റിയൽ സെഡ് ലെസ് ദാൻ 0, -1നും 0ക്കും ഇടയിലാണ്. ഓക്കെ, ബാക്കി ഒന്നും വേണമെന്നില്ല. അതിൽ റേമാൻസ് ഫംഗ്ഷണൽ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കും. ഈ ഒരു കണ്ടീഷനും കൂടിയിട്ട് പഠിച്ചു വയ്ക്കും. -1 0ൽ -1 real set what happens but we should then next tier ആണ്. This theta function can be defined to be meromorphic in the plane with only a simple pole at z equal to 1 and residues theta 1 equal to 1. For z not equal to 1 theta satisfy Riemann functional equation.
ഇതിൽ തിയറം മാത്രമേ ഉള്ളൂ, പ്രൂഫൊന്നുമില്ല. അതൊരു സീറ്റ ഫംഗ്ഷനാണ്. അത് ഡിഫൈൻ ചെയ്യുന്ന ഒരു മെറോമോർഫിക് പ്ലെയിനിലാണ്. അതിൽ സിമ്പിൾ പോൾ പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു 1 മാത്രമേ ഉള്ളൂ. ആൻഡ് അതിൻ്റെ റെസിഡ്യൂ എന്താണ്? 1 ആണ്. ഫോർ സെഡ് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ സൈ സാറ്റിസ്ഫൈ റൈമാൻ ഫംഗ്ഷൻ. സീറ്റ എന്നാണ്, സൈ അല്ല കേട്ടോ. സീറ്റ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? റൈമാൻ ഫംഗ്ഷൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഒരു സീറ്റ ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണ്. അത് ഒരു മെറോമോർഫിക് ഫംഗ്ഷനിലാണ്, ഒരു മെറോമോർഫിക് പ്ലെയിനിലാണ്. അതിൻ്റെ സിമ്പിൾ പോള് സെഡ് ഈക്വൽ ടു 1 ആണ്. അതേപോലെ അതിൻ്റെ റെസിഡ്യൂ എന്ന് പറഞ്ഞത് എന്താ? റെസിഡ്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ, സെഡ് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സീറ്റ ഫംഗ്ഷൻ നമ്മളുടെ നേരത്തെ തന്നിട്ടുള്ള ആ ഒരു റൈമാൻ ഫംഗ്ഷൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതൊന്നും ആവശ്യമില്ല. ദെൻ അടുത്ത ഡെഫിനിഷൻ, ദി പോയിന്റ് സെഡ് ഈക്വൽ ടു -2, -4 ആർ കോൾഡ് ദി ട്രിവിയൽ സീറോസ് ഓഫ് സീറ്റ. ഓക്കെ, -2, -4 നമ്മൾ ട്രിവിയൽ സീറോസ് ഓഫ് സീറ്റ എന്നാണ് വിളിക്കുക. ആൻഡ് ദി സ്ട്രിപ്പ് ട്രിവിയൽ സീറോസ് ഓഫ് സീറ്റ and the strip set such that 0 less than or equal to real of z less than or equal to 1 is called the critical strip. Z equal to -2, -4 അതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ട്രിവിയൽ സീറോസ് ഓഫ് സീറ്റ എന്ന് വിളിക്കും. സീറ്റയുടെ ട്രിവിയൽ സീറോസ് എന്ന് വിളിക്കും. പിന്നെ ഈ ഒരു സ്ട്രിപ്പിനെ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് റിയൽ ഓഫ് സെറ്റ് ഉള്ളത്. അതിന് നമ്മൾ ക്രിറ്റിക്കൽ സ്ട്രിപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ട്രിവിയൽ സീറോസും ക്രിറ്റിക്കൽ സ്ട്രിപ്സും. ഇത് റൈമാൻ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് സെറ്റ് ഈസ് എ സീറോ ഓഫ് ദി സീറ്റ ഫംഗ്ഷൻ, സെറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ ഫംഗ്ഷൻ്റെ 0 ആണ്. ഇതിൻ്റെ ക്രിറ്റിക്കൽ സ്ട്രിപ്പ് പറഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയൽ സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതാണ് ക്രിറ്റിക്കൽ സ്ട്രിപ്പ്. ദെൻ റിയൽ സെറ്റ് ലെസ് ഈക്വൽ ടു 1/2. സെറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ ഫംഗ്ഷൻ്റെ 0 ആണ്. എവിടെ? ഇൻ ദി ക്രിറ്റിക്കൽ സ്ട്രിപ്പിൽ. അങ്ങനെയാണെങ്കിൽ റിയൽ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും എന്നാണ്. ഓക്കെ, there are no zeros of theta on the lines real set equal to 1, none on real set equal to 0, and there are infinite number of zeros on the line real set equal to 1/2, but no one has been able to show that theta has any zeros of line real set equal to 1/2. മാഡം നിങ്ങൾ ഇത് എന്തായാലും പഠിച്ചു വയ്ക്കുക, റൈമാൻ ഹൈപ്പോത്തസിസ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓയിലേഴ്സ് തിയറം. ആ ഓയിലേഴ്സ് തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. ഓയിലേഴ്സ് തിയറം പഠിച്ചു വയ്ക്കാം. If real of z greater than 1, then theta of z equal to product n equal to 1 to infinity 1/1 minus pn raised to minus z, where pn is the sequence of prime numbers. അപ്പോൾ theta of z നമുക്ക് എന്ത് എഴുതാം? പ്രൈം നമ്പേഴ്സിൻ്റെ 1 മൈനസ് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, 1/1 മൈനസ് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട്, പ്രൈം നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് യൂസ് ദി ജോമെട്രിക് സീരീസ്. അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ജോമെട്രിക് സീരീസാണ് 1/1 മൈനസ് pn raised to minus z. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ m equal to 0 to infinity pn raised to minus mz എന്ന് എഴുതാം. ഫസ്റ്റ് a/1 മൈനസ് r എന്നുള്ള രൂപത്തിൽ. ഓക്കെ, pn raised to minus mz for all n greater than or equal to 1. Now if n greater than or equal to 1 and we take the product of the terms 1 minus pk raised to minus z all raised to minus 1. So 1ൻ്റെ n-ൻ്റെ ഇടയിലാണ് k ഉള്ളത്. Then by distributive law of multiplication and by 8.18 ഈ ഒരു ഇക്വേഷനും പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ്. കാരണം പ്രൊഡക്റ്റ് ഓഫ് എഫ് എൻ ഓഫ് എക്സിന് നമുക്ക് സമ്മേഷൻ ഓഫ് എഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഈ പ്രൊഡക്റ്റും സമ്മും കൂടിയിട്ട് യൂസ് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ആൻഡ് യൂസിങ് ഇത്, സോ പ്രൊഡക്റ്റ് k equal to 1 to n 1/1 minus pk raised to minus z നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ j equal to 1 to infinity nj raised to minus z എന്ന് എഴുതാം. When the integer n1 n2 are all the integer which can be factorized as a product of powers of the prime numbers. പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് p1 p2 എക്സെട്ര pn. അതിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ ബൈ ലെറ്റിംഗ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇത് സീറ്റ ഓഫ് സെഡ് ആക്കിയിട്ട് എഴുതാമെന്നല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താ? സീറ്റ ഓഫ് സെഡ് തന്നെയല്ലേ, സീറ്റ ഓഫ് സെഡ്. ഓക്കെ, ദെൻ n ടെൻഡ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മളുടെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ.